നമസ്കാരം. ഇന്ത്യയിലാകമാനം ഒരു കാലത്ത് ശക്തമായ സാന്നിധ്യമുണ്ടായിരുന്ന CPM പോലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ വളർച്ച താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന് വിപരീതമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ CPMനും അതോടൊപ്പം തന്നെ മറ്റ് ചില ഇടതുപക്ഷത്തിനും ചെറിയ തോതിൽ വളർച്ച നേടുന്നുണ്ട്. അതിൽ പ്രധാനം ബീഹാർ എന്ന സംസ്ഥാനം തന്നെയാണ്. ബീഹാർ എന്നും സോഷ്യലിസ്റ്റുകളുടെ സംസ്ഥാനം തന്നെയായിരുന്നു. അവിടുന്നാണ് JDUവും RJDയും ഒക്കെ പിറന്ന് നിതീഷും ലാലു പ്രസാദും തമ്മിൽ മത്സരം ആരംഭിച്ചത്. എന്നാൽ പണ്ട് മുതൽക്കേ തന്നെ ഇടതുപക്ഷത്തിൽ വേരോട്ടമുണ്ടായിരുന്ന ബീഹാറിൽ അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് ജയിച്ച് സീറ്റായി മാറ്റുവാൻ ഒരിക്കലും സാധിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആരെയും അമ്പരിപ്പിക്കുന്ന പ്രകടനവും വിജയവുമാണ് ഇടതുപക്ഷം ബീഹാറിൽ കാഴ്ചവെച്ചത്. അതിനുള്ള പ്രധാന കാരണം സഖ്യകക്ഷിയായി മത്സരിച്ചത് തന്നെയാണ്. RJD കോൺഗ്രസ് പാർട്ടികളുടെ സഖ്യത്തിൽ ഭാഗമാവുകയും 19 സീറ്റിൽ മത്സരിച്ച CPIML 12 സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രധാന പങ്കുവഹിച്ചതും ഇടതുപക്ഷത്തിൻ്റെ തേരാളിയുമായ ദീപാങ്കർ. CPIML നേതാവായ ഇദ്ദേഹം കഴിഞ്ഞ 15 വർഷക്കാലമായി ബീഹാറിൽ ഇടതുപക്ഷത്തെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ബീഹാർ രാഷ്ട്രീയത്തിലും അതോടൊപ്പം ദേശീയ രാഷ്ട്രീയത്തിലും അതിവേഗം ശ്രദ്ധ നേടുന്ന വ്യക്തിയാണ് ദീപാങ്കർ ഭട്ടാചാര്യ. ഉന്നത വിദ്യാഭ്യാസമുള്ള ഇദ്ദേഹം നല്ല ഒരു നെഗോഷിയേറ്റർ കൂടിയാണ്. സഖ്യകക്ഷികളുമായി എങ്ങനെ തന്ത്രപരമായി സീറ്റ് പിടിച്ചെടുക്കാമെന്ന തന്ത്രത്തിൻ്റെ ഭാഗമായാണ് 19 സീറ്റ് മത്സരത്തിന് നേടിയെടുക്കാനും 12 പേരെ വിജയിപ്പിക്കാനും ഇദ്ദേഹത്തിന് സാധിച്ചത്. ഒപ്പം CPMനും CPIക്കും 2 വീതം MLA ലഭിച്ചതിലും ദീപാങ്കർ ഭട്ടാചാര്യയുടെ പങ്ക് വളരെ വലുതാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഒന്നായി ചേരേണ്ടത് അനിവാര്യമാണെന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഒരേ ആശയവുമുള്ള ഇടതു പ്രസ്ഥാനങ്ങൾ വിഭജിച്ച് നിൽക്കുന്നതാണ് ഇന്ത്യയിൽ ലെഫ്റ്റിനെ താഴേക്ക് വീഴാൻ ഇടയാക്കിയതും അവരുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നതും. ഇപ്പോൾ ബീഹാറിൽ നടക്കാൻ പോകുന്ന ലോക്സഭയിലേക്ക് 5 സീറ്റുകളാണ് ഇടതുപക്ഷത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇതിന് പ്രധാന പങ്ക് വഹിച്ചത് ദീപാങ്കർ ഭട്ടാചാര്യയുടെ നിശ്ചയദാർഢ്യമാണ്. സീറ്റുകൾ CPIMLനും അതോടൊപ്പം ഓരോ സീറ്റുകൾ വീതം CPM CPI കക്ഷികൾ ലഭിച്ചിട്ടുണ്ട്. ലോക്സഭയിലേക്ക് ബീഹാറിൽ നിന്നും ഇടതുപക്ഷ പ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അത് അയൽ സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷത്തിന് വേരോട്ടം സാധ്യമാക്കാനും അതോടൊപ്പം ബീഹാർ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് വരും കാലങ്ങളിൽ വലിയ മുന്നേറ്റം തന്നെ നടത്താനാവുമെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ബീഹാറിനോടൊപ്പം തന്നെ ദീപാങ്കർ ഭട്ടാചാര്യയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മറ്റ് സംസ്ഥാനങ്ങളിലും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യ ലക്ഷ്യം അവർക്ക് ബീഹാറിൽ തന്നെ പാർട്ടിയെ മുൻപന്തിയിലെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ലക്ഷ്യം. CPM CPI പാർട്ടികൾ ഡൽഹിയിലിരുന്ന പ്രസ്താവനകൾ ഇറക്കാതെ ഓരോ സംസ്ഥാനത്തും അവിടുത്തെ നേതാക്കളെ കണ്ടുപിടിച്ച് ആ സംസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏൽപ്പിച്ചുകൊണ്ട് ആ സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പാർട്ടിയെ വളർത്തുവാനാണ് ശ്രദ്ധിക്കേണ്ടത്. ദീപാങ്കർ ഭട്ടാചാര്യ എന്ന ഉന്നത വിദ്യാഭ്യാസമുള്ള ഇദ്ദേഹം 15 വർഷക്കാലമായി സാധാരണ ജനങ്ങൾക്കിടയിൽ ബീഹാറിൽ പ്രവർത്തിച്ചു വരികയാണ്. ആ ഒരൊറ്റ പ്രവർത്തന ഫലം മാത്രമാണ് CPIML എന്ന പാർട്ടിക്ക് ഇന്ന് 12 അംഗങ്ങൾ ബീഹാർ നിയമസഭയിൽ ഇരിക്കുന്നതിന് കാരണമാക്കിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മൂലം മറ്റ് ഇടതു പാർട്ടികൾക്കും ബീഹാറിൽ വളരാനും സാധിക്കുന്നുണ്ട്. 3 സീറ്റുകൾ വരെ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ നേടിയെടുത്തത് തന്നെ വലിയ കാര്യമാണ് CPIML എന്ന പാർട്ടിക്കും ദീപാങ്കർ ഭട്ടാചാര്യ എന്ന അവരുടെ നേതാവിനും. ഈ സാരഥികളെ ആരെങ്കിലും വിജയിപ്പിച്ചെടുത്താൽ അത് വലിയൊരു നേട്ടമായിരിക്കും CPIMLനും ദീപാങ്കർ ഭട്ടാചാര്യയ്ക്കും ലഭിക്കുക. അതോടൊപ്പം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ വളർച്ച നേടാനും ഇത് സഹായിക്കുകയും ചെയ്യും.